ഹായ് മക്കളെ, അപ്പൊ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന +1 ഹ്യൂമൻ ഫിസിയോളജിയിലെ ചാപ്റ്ററിൽ നിന്നും എന്തെല്ലാമാണ് നമുക്ക് എക്സാമിന് പഠിക്കേണ്ടതെന്ന് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ആണ്. നമുക്ക് എത്ര ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട് എന്നുള്ളതും അതിന്റെ എക്സാമ്പിൾസും നമുക്ക് പഠിക്കാനുണ്ട്. അമീബോയിഡ്, സീലിയേറ്റഡ്, ഫ്ലജല്ലേറ്റഡ് ആൻഡ് മസ്കുലാർ മൂവ്മെന്റ്സ് ആണ് നമുക്കുള്ളത്. ആൻഡ് ടൈപ്പ് ഓഫ് മസിൽസ്, അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്. ഈ 3 മസിൽസിനെയും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കണം മക്കളെ. ഇത് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്, ഈ ഒരു മസിലിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽസ്. സ്കെലിറ്റൽ മസിലിന്റെ സ്ട്രക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആ ഫിഗർ നോക്കി തന്നെ പഠിച്ചോളാം. ആൻഡ് ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്ന് പറയുന്ന കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ എന്തായാലും നിങ്ങൾ മറന്നു പോകരുത്. ആൻഡ് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ നമുക്ക് എന്തായാലും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം മക്കൾ ആ പിക്ചർ നോക്കി തന്നെ ആ കോൺട്രാക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് ആ ഒരു മെക്കാനിസം പഠിച്ചു വെക്കണം. ആൻഡ് നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം. അതിൽ തന്നെ ആക്സിയൽ ആൻഡ് അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൻ ഉണ്ട്. ആൻഡ് അടുത്തതായിട്ട് വരുന്നതാണ് ജോയിൻസ് എന്ന് പറയുന്നത്. ജോയിൻസിൽ തന്നെ നമുക്ക് ഫൈബ്രസ് ജോയിൻസ് ഉണ്ട്, കാർട്ടിലേജിനസ് ജോയിൻസ് ആൻഡ് സൈനോവിയൽ ജോയിൻസ് ആണ് വരുന്നത്. അതിൽ സൈനോവിയൽ ജോയിൻസിന്റെ ടൈപ്സ്, അതുപോലെ തന്നെ എക്സാമ്പിൾസ്, ഏതൊക്കെ പൊസിഷനിലാണ് ആ ഒരു ജോയിൻസ് പ്രസന്റ് ആയിരിക്കുന്നത് എന്നും കൂടെ മക്കള് പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്, മസ്കുലർ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ സ്കെലിറ്റൽ സിസ്റ്റത്തിന്റെ ഡിസോർഡേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എന്തായാലും മറക്കാതെ എക്സാമിന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ.